ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മിർസം എജു ടിപ്സ്. തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ച ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിരുദതലത്തിലെ തസ്തികകളിലേക്കുള്ള പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ആനുകാലിക വിഷയങ്ങളിലെ ചോദ്യങ്ങൾ. 2026 അന്തർദേശീയ വനിതാ ദിനാചരണത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഗിവ് ടു ഗെയിൻ. രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏത്? നിർഭയ നിശ. കേരളത്തെ അതിദരിദ്രരല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതെന്ന് 2025 നവംബർ 1. സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാതെ എല്ലാ സേവനങ്ങളും ഓൺലൈനായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായി IT വകുപ്പ് സജ്ജമാക്കിയ ഏകീകൃത സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോം ഏത്? നമ്മുടെ കേരളം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നതെവിടെ? തൃശ്ശൂർ. 64ാമത് സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും അധികം പോയിന്റുകൾ നേടി വിജയികളായ ജില്ല ഏത്? കണ്ണൂർ. 2025 ഡിസംബറിൽ നടന്ന കേരളത്തിൻ്റെ 30ാം അന്താരാഷ്ട്ര ചലച്ചിത്ര ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? പലസ്തീൻ 36. പലസ്തീൻ 36. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി കമ്മീഷൻ രൂപവൽക്കരിച്ച സംസ്ഥാനം ഏത്? കേരളം. വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. സംസ്ഥാന വയോജന കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സണായി നിയമിതനായത് ആര്? കെ സോമപ്രസാദ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനം ഏത്? കേരളം. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമായി മാറ്റാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഡിജി കേരളം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏത്? പുല്ലമ്പാറ. പ്രകൃതിയെ സംരക്ഷിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും ലക്ഷ്യമിട്ട് ലോക സൗഹൃദ ദിനമായ 2025 ഓഗസ്റ്റ് 3 ചങ്ങാതിക്കൊരു തൈ എന്ന പേരിൽ പരിസ്ഥിതി സംരക്ഷണ ക്യാമ്പയിൻ തുടങ്ങിയതാര്? ഹരിത കേരളം മിഷൻ. ഹരിത കേരളം മിഷൻ്റെ ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ ഏത്? ഒരു തൈ നടാം. ഗുരുതരമായ രോഗങ്ങൾ നേരിടുന്നവർക്ക് സ്വാന്തന പരിചരണം ഉറപ്പാക്കാനായി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന സാർവത്രിക പാലിയേറ്റീവ് സേവന പദ്ധതി ഏത്? കേരള കെയർ. 2025 വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഏത്? MSC ഐറീന. 2025 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച ജെജു ദ്വീപ് ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ്? ദക്ഷിണ കൊറിയ. 2025 അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കൂ. 38ാമത്തെ ദേശീയ ഗെയിംസ് 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി ഏത് സംസ്ഥാനത്താണ് നടന്നത്? ഉത്തരാഖണ്ഡ്. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ജ്ഞാനഭാരതം ദൗത്യം ലക്ഷ്യമിടുന്നത് എന്ത്? കയ്യെഴുത്തു പ്രതികളുടെ സംരക്ഷണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? മണിപ്പൂർ. 2024-25 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കളാര്? വിദർഭ. 2025 ബജറ്റിൽ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് സ്വന്തം ഉപഗ്രഹം വിക്ഷേപിക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? അസം. ഭൂകമ്പ ദുരിതബാധിതരായ മ്യാൻമറിൽ സഹായമെത്തിക്കാനായി ഇന്ത്യൻ സായുധ സേന നടത്തിയ ദൗത്യമേത്? ഓപ്പറേഷൻ ബ്രഹ്മ. ഇന്ത്യയിൽ ആദ്യമായി ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത സംസ്ഥാനമേത്? തമിഴ്നാട്. 2023-24 ആർദ്ര കേരളം പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയത് ഏത്? വെള്ളിനേഴി. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയതാര്? മരിയ കൊറീന മച്ചാഡോ. 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയതാര്? ഷംല ഹംസ. ഇന്ത്യൻ വംശജനായ സൊഹ്റാൻ
ക്വാമെ മംദാനി ഏത് ലോകനഗരത്തിൻ്റെ മേയറായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ന്യൂയോർക്ക്. കേരളത്തിൽ ആദ്യമായി ടൈം ബാങ്ക് പദ്ധതി ആരംഭിച്ചത് ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? എലിക്കുളം. കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായതാര്? ഇന്ത്യ. 6ാമത് ദേശീയ ജല പുരസ്കാരങ്ങളിൽ മികച്ച സംസ്ഥാനത്തിനുള്ള അവാർഡ് നേടിയതാര്? മഹാരാഷ്ട്ര. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റേത്? മൊന്ത. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാര്? ശുഭാംശു ശുക്ല. ഏത് സംസ്ഥാന തിരഞ്ഞെടുപ്പിലെ പ്രധാന പ്രതിപക്ഷ മുന്നണിയായിരുന്നു മഹാഗഠബന്ധൻ? ബീഹാർ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ആദ്യത്തെ മാനസികാരോഗ്യ അംബാസിഡറായി മെൻ്റൽ ഹെൽത്ത് അംബാസിഡറായി നിയമിച്ച നടിയാര്? കിയാര അദ്വാനി. പൂർണ്ണമായും സെറാമിക് വേസ്റ്റ് കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. പുതിയ വൻകിട തുറമുഖമായ വധവാൻ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരി ആര്? നിത അംബാനി. ഈ 40 ചോദ്യങ്ങൾ റിവിഷൻ ചെയ്തുകൊണ്ട് നന്നായി പഠിക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.